എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2022, 2023, 2024 കലാസാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പല ക്വസ്റ്റ്യൻസിനും നമുക്ക് എക്സാമിന് എങ്ങനെയെങ്കിലുമൊക്കെ മാർക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ചെറിയ കണക്ഷൻസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കലാസാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 ക്ലാസ്സുകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകളും കൂടെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ തുടങ്ങാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം വരച്ചത് ആരാണ്? പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആരാണ്? പറയാവോ? ആൻസർ വിൻസെന്റ് വാൻഗോഗ് ആണ്. ആരാണ്? വിൻസെന്റ് വാൻഗോഗ്. ഓക്കെ. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം വരച്ചത് വിൻസെന്റ് വാൻഗോഗ്. ജസ്റ്റ് ഓർത്ത് വെക്കാം, ഉരുളക്കിഴങ്ങൊക്കെ തിന്നുന്നത് വിൻ ചെയ്യാനാണെന്നുള്ള രീതിയിൽ ഓർക്കാം. ഓക്കെ. അപ്പൊ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ വിൻസെന്റ് വാൻഗോഗ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള സാഹിത്യകാരൻ TC ജോസഫിന്റെ തൂലികാ നാമം എന്താണ്? പറയാവോ ആൻസർ? ആൻസർ ഇടമറുക് അല്ലെ, ഇടമറുക്. അപ്പൊ TCയില് മറുകുണ്ട് എന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു എന്ന് ജസ്റ്റ് ഓർത്തു വയ്ക്കാം. മലയാള സാഹിത്യകാരൻ TC ജോസഫിന്റെ തൂലികാ നാമം ഇടമറുക്. അപ്പൊ നമ്മള് ഈ തൂലികാ നാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഡ് ക്ലാസ് ആണ് കേട്ടോ. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സും കൂടെ കാണാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2022 ബഷീർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കൃതി ഏതാണ്? ആൻസർ നൃത്തം ചെയ്യുന്ന കുടകൾ. ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകൾക്കാണ് 2022 ബഷീർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അത് ആരുടെയാന്ന് പറയാവോ? ആൻസർ മുകുന്ദൻ. മുകുന്ദന്റെ ആണ് നൃത്തം ചെയ്യുന്ന കുടകൾ. അപ്പൊ 2022 M മുകുന്ദന് ഈ ബഷീർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കൃതി ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകൾ. അപ്പൊ 2021 കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. 2021 കിട്ടിയിട്ടുള്ളത് സച്ചിദാനന്ദനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? സച്ചിദാനന്ദനാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, MT വാസുദേവൻ നായരുടെ നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി? ആൻസർ മഞ്ഞ് അല്ലെ, മഞ്ഞിലെയാണ്. അപ്പൊ ഓർത്ത് വെക്കാം, നമ്മൾ ഈ മലയുടെ മുകളിലൊക്കെ കയറി കഴിയുമ്പോൾ മഞ്ഞുണ്ടെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ വിമല, അതിനകത്തൊരു മലയുണ്ടെന്ന് ഓർത്ത് വെക്കാം. വിമലാദേവി, മഞ്ഞ്. ഓക്കെ. അപ്പൊ MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി കേട്ടോ. ഇനി ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുള്ള സിനിമ കൊടിയേറ്റം അല്ലെ. കൊടിയേറ്റം ഭരത് ഗോപി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ കൊടിയേറ്റമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഋതുമതി. ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് പ്രേംജി ആണ് അല്ലെ, പ്രേംജി ആണ്. അപ്പൊ ഋതു എന്ന് പറഞ്ഞാൽ സീസൺസ് നമ്മൾ പറയും അല്ലെ. ഈ ഒരു സീസൺ മതി, കാരണം ആ ഒരു ഋതുവിനോട് നമുക്ക് വളരെ പ്രേമമാണ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അപ്പൊ ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പ്രേംജി, പ്രേംജി. ജസ്റ്റ് ഓർത്തു വെക്കാം, നമ്മൾ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് 7 എന്ന് പറഞ്ഞുള്ള ചടങ്ങ് നടത്താറില്ലേ അല്ലെ. അപ്പൊ മരണം അല്ലെങ്കിൽ MT ആവുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ MT എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ MT ആവുമ്പോൾ 7ന്റെ ചടങ്ങ് നടത്താറുണ്ടെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അപ്പൊ 2007 എന്ന് വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ കുഞ്ഞു കോഡാണ്. 2007 ജ്ഞാനപീഠ അവാർഡ് നേടിയിട്ടുള്ള എഴുത്തുകാരൻ ആരാണ്? MT വാസുദേവൻ നായരാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളം എഴുത്തുകാരനായിട്ടുള്ള VV അയ്യപ്പന്റെ തൂലികാ നാമമാണ് ചോദ്യം. ഓക്കെ. അപ്പൊ തൂലികാ നാമം ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിക്കുക. VV അയ്യപ്പന്റെ തൂലികാ നാമം ചോദിക്കുകയാണെങ്കിൽ കോവിലൻ ആണ് അല്ലെ, കോവിലൻ. അപ്പോ കോവിലിൽ പോയിട്ട് അയ്യപ്പനെ പ്രാർത്ഥിച്ചു എന്നുള്ള രീതിയിൽ ഓർക്കാം, വിക്ടറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ VV ആണ്. ഇനീഷ്യലും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. VV അയ്യപ്പന്റെ തൂലികാ നാമം എന്താണ്? കോവിലൻ, കോവിലൻ. അടുത്ത ക്വസ്റ്റ്യൻ, വെള്ളായിയപ്പന്റെ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ചിട്ടുള്ള ചെറുകഥ ഏതാണ്? വെള്ളായിയപ്പൻ. പറയാവോ? ആൻസർ കടൽ തീരത്ത് അല്ലെ, കടൽ തീരത്ത്. കടലിൽ കുറെ വെള്ളം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം. വെള്ളായിയപ്പൻ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന OV വിജയൻ രചിച്ചിട്ടുള്ള ചെറുകഥ ചോദിക്കുകയാണെങ്കിൽ അത് കടൽ തീരത്ത്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ശബ്ദസുന്ദരൻ. ആൻസർ വള്ളത്തോൾ അല്ലെ, വള്ളത്തോൾ. വള്ളത്തോളിനെയാണ് ശബ്ദസുന്ദരൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോ വെള്ളത്തിന്റെ ഒക്കെ ഒരു ശബ്ദം ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓർക്കാം. ഈ കടലിലൊക്കെ വെള്ളത്തിന്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ വള്ളത്തോളാണ് കേട്ടോ, വള്ളത്തോളാണ്. അടുത്തത്, ജീവിത രസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയിട്ടുള്ള കലാകാരൻ. ജീവിത രസങ്ങൾ ആരാണ്? ആൻസർ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. ആരാണ്? ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ഓക്കെ. അപ്പൊ ജീവിതം നല്ല രസമായിരിക്കും, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് ഓർത്തു വെക്കാം. കുഞ്ഞിരാമൻ നായർ. ഓക്കെ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ എന്നുള്ളത് ഓർത്തു വെക്കാം കേട്ടോ. ഇനി കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാ? കേരള സിംഹം. ഇത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ്
സർദാർ KM പണിക്കറാണ് കേട്ടോ. സർദാർ KM പണിക്കറാണ്. കേരള സിംഹം. സിംഹമൊക്കെ കൂട്ടിന്നൊക്കെ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ വലിയ പണിയായിരിക്കും അല്ലെ. അപ്പൊ പണിക്കറാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. സർദാർ KM പണിക്കറാണ് കേട്ടോ. സർദാർ KM പണിക്കർ. ഓക്കെ. അപ്പൊ കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സർദാർ KM പണിക്കറാണ്. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ആരുടെയാണ് വിത്തും കൈകോട്ടും? വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ അല്ലെ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിത്തും കൈകോട്ടും. വിത്തൊക്കെ നമ്മൾ വയലില് ഇട്ടു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം അല്ലെ. കുഴിച്ചിടുക എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ വിത്തും കൈകോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാന്ന് ചോദിക്കുകയാണെങ്കിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെയാണ് കേട്ടോ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുക. ആൻസർ 1.25 കോടി മലയാളികൾ. ആൻസർ എന്താ വരുന്നേ? EMS നമ്പൂതിരിപ്പാടാണ് അല്ലെ. നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. അപ്പൊ അതുകൊണ്ട് തന്നെ 1.25 കോടി മലയാളികൾ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ EMS നമ്പൂതിരിപ്പാടാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? P സച്ചിദാനന്ദൻ അല്ലെ. P സച്ചിദാനന്ദൻ. ആനന്ദ് ആനന്ദൻ എന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഇനീഷ്യൽ പഠിച്ചു വെച്ചേക്കണം. കാരണം PSC ഇതിനു മുമ്പ് ഇനീഷ്യൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ K സച്ചിദാനന്ദൻ, P സച്ചിദാനന്ദൻ അങ്ങനെയൊക്കെ ഓപ്ഷൻസിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആനന്ദ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഹാപ്പി എന്ന് ഓർക്കാം അല്ലെ. ഹാപ്പിനകത്ത് P ഉണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. P സച്ചിദാനന്ദൻ എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ്? പറയാവോ? കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ബോധേശ്വരനാണ് അല്ലെ. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിക്കണമെങ്കിൽ നല്ല ബോധമൊക്കെ വേണം. ബോധേശ്വരനാണെന്ന് അറിയാം. അതേപോലെ തന്നെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ഏതാ? ജയ ജയ കോമള കേരളധരണി അല്ലെ. അതും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ചിട്ടുള്ള നിരൂപകൻ ആരാണ്? ആൻസർ MN വിജയനാണ്. ആരാണ്? MN വിജയനാണ് കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ചിട്ടുള്ള നിരൂപകൻ. ജസ്റ്റ് ഓർത്ത് വെക്കാം. ഈ കാച്ചിക്കുറുക്കിയിട്ടുള്ള നമ്മളെ തന്നെയാണെങ്കിൽ ഈ കാച്ചിക്കുറുക്കിയിട്ടുള്ള നോട്ട്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ നമ്മൾ വിജയിക്കും. അത്രയും ഇമ്പോർട്ടന്റ് ആണ് കാച്ചിക്കുറുക്കിയിട്ടുള്ള. അപ്പൊ അതേപോലെ വിജയിക്കും അല്ലെങ്കിൽ വിജയനായിട്ടൊന്ന് കണക്ട് ചെയ്യാം. MN വിജയനാണ് കേട്ടോ. MN വിജയൻ. 2022 വയലാർ അവാർഡിന് അർഹമായിട്ടുള്ള കൃതി മീശ അല്ലെ. രണ്ട് സൈഡിലും മീശ വിരിക്കും എന്ന് തന്നെ ഓർത്തു വെക്കാം. S ഹരീഷിന്റെ ആണ് മീശ. അപ്പോ വർഷവുമായിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു. 2022 വയലാർ അവാർഡിന് അർഹമായിട്ടുള്ള കൃതി ചോദിക്കുകയാണെങ്കിൽ അത് മീശയാണ്. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയിട്ടുള്ള മലയാള സാഹിത്യകാരൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ള മലയാള സാഹിത്യകാരൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻസർ വരുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓക്കെ. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് കിട്ടിയിട്ടുള്ളത് 2019. 2007 ആർക്ക് കിട്ടിയ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. ഭൈരവിക്കോലം ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൈരവിക്കോലം പറയാവോ? ഭൈരവിക്കോലം ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ പടയണിയാണ്. പടയണി. ഓക്കെ. ഭൈരവിക്കോലം ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. പട്ടിണിക്കോലം എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം അല്ലെ. പട്ടിണിക്കോലം. അപ്പോ പടയണി എന്ന് പറയുമ്പോൾ ഒരു പട്ടിണി എന്നൊക്കെ പറയുന്ന പോലെ പടയണി കോലം. ഭൈരവിക്കോലം ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണിയാണ്. പുളിയർമല ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? കൽപ്പറ്റ അല്ലെ. കൽപ്പറ്റയിലാണ് പുളിയർമല ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. എവിടെയാണ്? കൽപ്പറ്റ. അടുത്ത ക്വസ്റ്റ്യൻ. കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി ഏതാണ്? ആൻസർ മുയുദ്ദീൻ മാലയാണ് കേട്ടോ. മുയുദ്ദീൻ മാല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ് അല്ലെ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാ? തൃശ്ശൂരാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം കഥകളി അല്ലെ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കഥകളിയാണ് കേട്ടോ. കഥകളി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കുക. ക്വസ്റ്റ്യനിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ കേൾക്കുക. സമുദായങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള അത്തരം ഒരു സഹവർത്തിത്വത്തെ നയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 1984 സ്ഥാപിതമായിട്ടുള്ള ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ഭാരത് ഭവൻ. കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ. അപ്പൊ സമുദായങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള അത്തരം ഒരു സഹവർത്തിത്വത്തെ നയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 1984 സ്ഥാപിതമായിട്ടുള്ള ഒരു സാംസ്കാരിക സ്ഥാപനമാണ് കേട്ടോ. ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ഭാരത് ഭവൻ. ഭാരത് ഭവൻ മികച്ച വിവർത്തനത്തിനുള്ള
വിവർത്തക രത്ന അവാർഡ് ഏർപ്പെടുത്തി. അതും കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഭാരത് ഭവൻ മികച്ച വിവർത്തനത്തിനുള്ള വിവർത്തക രത്ന അവാർഡ് ഏർപ്പെടുത്തി ട്ടോ. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള 2 പോയിന്റും ശരിയാണ്. രണ്ടും ശരിയാണ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. A.T. കോവൂർ, സിനിക്, കാനമാണ്. കാനം, ഏകലവ്യൻ. അപ്പൊ A.T. കോവൂറിന്റെ ഏതാ വരുന്നത്? തൂലികാനാമം ഏതാ? A.T. എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എബ്രഹാം തോമസ് അല്ലെ. അപ്പൊ A.T. കോവൂർ എന്ന് പറയുമ്പോൾ A ഫോർ എബ്രഹാം, T ഫോർ തോമസ് എന്നുള്ള രീതിയിൽ ഓർക്കാം. എബ്രഹാം തോമസ് ആണ് കേട്ടോ. A.T. കോവൂർ, എബ്രഹാം തോമസ്. സിനിക്, സിനിക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് M വാസുദേവൻ നായർ ആണ്. M വാസുദേവൻ നായർ. ഈ കുഞ്ഞിക്കുരൻ സിനിമയിനകത്ത് വാസുവണ്ണൻ എന്ന് പറയില്ലേ, അപ്പൊ വാസു ഒരു സീനിനകത്തുണ്ട് അല്ലെങ്കിൽ സിനിമയിനകത്തുണ്ടെന്നൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പൊ സിനിക് M വാസുദേവൻ നായർ. പിന്നെ വരുന്നത് കാനമാണ് അല്ലെ. കാനം EJ ഫിലിപ്പാണ്. EJ ഫിലിപ്പാണ് കേട്ടോ. നമുക്ക് ഈ ഫിലിപ്സിന്റെ വെളിച്ചത്തില് അല്ലെങ്കിൽ ഫിലിപ്സിന്റെ ട്യൂബോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും അല്ലെ. അപ്പൊ കാണാം അല്ലെങ്കിൽ കാനം എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. EJ ഫിലിപ്പ്. പിന്നെ ഏകലവ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. KM മാത്യൂസ് അല്ലെ. KM മാത്യൂസ് അല്ലെങ്കിൽ ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ KM മാത്യൂസ് ആണ്. അപ്പൊ മാത്സിലെ മാത്യൂസ് എന്ന് പറയുമ്പോൾ മാത്സിൽ ഒരു ഏകലവ്യൻ ആണ് എന്നുള്ള രീതിയിൽ തന്നെ ഓർത്ത് വയ്ക്കാം. അപ്പോ A.T. കോവൂര്, എബ്രഹാം തോമസ്, സിനിക്, M വാസുദേവൻ നായർ, കാനം, EJ ഫിലിപ്പ്, ഏകലവ്യൻ, KM മാത്യൂസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേതനഗൃദ്ധ മല്ലിക് എന്ന മലയാളത്തിലെ ഒരു പ്രശസ്ത നോവലിലെ കഥാപാത്രമാണ്. ആരാചാർ ആണ് കേട്ടോ. ആരാചാർ. ജസ്റ്റ് ഓർത്ത് വെക്കാം. ചേതന എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ അല്ലെ. ചേതനറ്റ ശരീരം എന്നൊക്കെ പറയില്ല. അപ്പൊ ജീവനാണ് ചേതന എന്ന് പറഞ്ഞാല്. അപ്പൊ ജീവൻ എടുക്കുന്ന ആളാരാ? ആരാചാർ അല്ലെ. ആരാചാർ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം. ചേതനഗൃദ്ധ മല്ലിക് ആരാചാർ എന്ന മലയാളത്തിലെ ഒരു പ്രശസ്ത നോവലിലെ കഥാപാത്രമാണ് കേട്ടോ. 80 വർഷങ്ങൾക്ക് മുമ്പേ ഗുരു ഗോപിനാഥ് രൂപപ്പെടുത്തിയ കേരളത്തിലെ ഒരു പ്രകടന കലയാണ്. ഏതാണതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ കേരള നടനം അല്ലെ. അപ്പോ ഗുരു ഗോപിനാഥ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു കേരള നടനം. അപ്പൊ ഗുരുവിന്റെ പുറകെ നമ്മൾ നടക്കണം എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ കേരള നടനം, കേരള നടനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള മോപ്പസാങ് ആണ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള കേട്ടോ. അപ്പോ മോപ്പസാങ് എന്ന് പറയുമ്പോൾ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. പാട്ട് പാടി തഴുകി ഉറക്കി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. തകഴിയാണ്. തകഴി ശിവശങ്കരപ്പിള്ളയാണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത് നോക്കാം. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അപ്പോ വ്യാസൻ എന്ന് പറയുമ്പോൾ നമുക്ക് വ്യാസമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ. വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. അപ്പൊ ഒരു കുഞ്ഞ് ഡയമീറ്റർ അല്ലെങ്കിൽ ഒരു കൊട്ടയുടെ ഒക്കെ ഒരു ഡയമീറ്റർ ആണ്, വ്യാസമാണെന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? മാപ്പിള പാട്ടുകളാണ് അല്ലെ. പക്ഷിപ്പാട്ടും കപ്പപ്പാട്ടും മാപ്പിള പാട്ടുകളാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് കലാസാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ കണക്ട് ചെയ്യുന്ന കോഴ്സുകളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെയും ITയുടെയും ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഇപ്പൊ തൽക്കാലം ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോന്റെ എണ്ണം കുറച്ച് കുറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതൽ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ.